കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തകളായി സോഷ്യൽ മീഡിയയിൽ പറന്നു നടന്ന ചില ആരോപണങ്ങളുണ്ട്. സർക്കാർ വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ ഫണ്ട് വെട്ടിക്കാൻ നടക്കുന്നു, ചെലവ് പെരുപ്പിച്ച് കാണിക്കുന്നു എന്നൊക്കെ. ഇതൊക്കെ മാധ്യമങ്ങൾ പറയുന്നത് രാഷ്ട്രീയ അജണ്ടയുടെ പേരിലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ശരിക്കു പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള വാർത്താ അവതരണ രീതിയെ, ഇത്തരത്തിലുള്ള നുണപ്രചാരണത്തിനെതിരെ മുഖ്യമന്ത്രി ഇന്ന് ഉറഞ്ഞു തുള്ളുകയായിരുന്നു, അതും പൊട്ടിച്ചിരിച്ചുകൊണ്ട്. പത്രക്കാർ ധൃതി കാണിക്കുമ്പോൾ ധൃതി കൂട്ടണ്ട, ഞാനിവിടെ ഇരിക്കുകയല്ലേ മറുപടി പറയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചാനലുകളുടെ പേര് എടുത്തു പറഞ്ഞില്ല, എങ്കിലും ചില പരിപാടികളുടെ പേരൊക്കെ എടുത്തു പറഞ്ഞു. അതിൽ നിന്ന് ചാനലുകൾ വ്യക്തമാണ്. ചിലർ തെറ്റുപറ്റി എന്നറിഞ്ഞ് പകൽ തന്നെ തിരുത്തിയ ആളുകളുമുണ്ട്. എന്നിട്ട് തിരുത്തിയത് ആദ്യം ഞാനാണ് എന്ന് പറഞ്ഞ് മേനി നടിച്ചവരുമുണ്ട് എന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞു. ശരിക്കും മാധ്യമങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാധ്യമങ്ങൾ വസ്തുതകൾ ജനങ്ങളെ അറിയിച്ച് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ സർക്കാരിനെ ഏതെങ്കിലും രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ സർക്കാരിനെ താറടിക്കുക അല്ലെങ്കിൽ ഇല്ലാക്കഥ മെനയുക എന്നല്ല. ഇവർ പറഞ്ഞത് വയനാട് സർക്കാർ തുക കൂട്ടിക്കാണിച്ചു. കേന്ദ്ര സർക്കാരിന് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ ആവശ്യത്തിലധികം തുക, ഒരു ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതിന് 70,000 രൂപയൊക്കെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു വാർത്തകൾ നിറഞ്ഞത്. എന്നാൽ അതിന് പറയുന്നുണ്ട് പല മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം ചെയ്യാൻ. അതായത് ദുരിതാശ്വാസ നിധിയിൽ അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് വളരെ ചെറിയ തുക മാത്രമേ കോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഓരോ ഹെഡിലും, അതായത് ഓരോ കാര്യങ്ങൾ, ശവസംസ്കാരം, പുനർനിർമ്മാണം, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ തുക വകയിരുത്തണം. അങ്ങനെ വകയിരുത്തുന്ന കൂട്ടത്തിൽ ആക്ച്വൽ സംഭവമല്ല. കാരണം ദുരന്തം നടന്ന് ഒരാഴ്ചക്കകം തന്നെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്രത്തിന്. കേന്ദ്രം ഇതുവരെ 1 രൂപ പോലും തന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട്. കാരണം കേന്ദ്രത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടീം ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കൂടി ഇത് പഠിച്ച ശേഷം കാശ് കിട്ടും എന്ന പ്രതീക്ഷയിലാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കേന്ദ്രത്തിനെ അദ്ദേഹം കടന്നാക്രമിക്കുന്നില്ല ഇവിടെ, എന്നാൽ മാധ്യമങ്ങളെ കടന്നാക്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ തുക ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ചത് എന്നാരെങ്കിലും അന്വേഷിച്ചു? SDRM അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു, അതിൻ്റെ നിബന്ധനകളെക്കുറിച്ച് അന്വേഷിച്ചു. രാജ്യത്തെങ്ങും ഒരു നിയമമാണുള്ളത്. ആ നിയമം അനുസരിച്ച് മാത്രമേ ഒരു സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. സംസ്ഥാന സർക്കാരിലെ പരിചയസമ്പന്നരായ സെക്രട്ടറി റാങ്കിലുള്ള ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ സെക്രട്ടറി റാങ്കുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ മെമ്മോറാണ്ടത്തിൽ പല കാര്യങ്ങളും പെരുപ്പിച്ച് പറയേണ്ടി വരും. കാരണം എത്ര രൂപ ആകും പുനർനിർമ്മാണത്തിന് എന്ന് നമുക്ക് കണക്ക് എഴുതിയിട്ട് ഇന്ന ചിലവായി എന്ന് എഴുതി കാണിക്കാൻ പറ്റില്ല. അത് ശാസ്ത്രീയമായി പഠിച്ച് അത് കൃത്യമായി പറയണം. അങ്ങനെയുള്ള കണക്കുകളാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചത്. അല്ലാതെ തുക പെരുപ്പിച്ച് കാണിച്ച് കോടികൾ വീട്ടിൽ കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷത്തിനെയും അദ്ദേഹം ഇക്കാര്യത്തിൽ ആക്രമിച്ചു. പ്രതിപക്ഷം പല കാര്യങ്ങളിൽ മുമ്പ് ഉണ്ടായിരുന്ന നാളുകളിൽ, അവർ ഭരിച്ചിരുന്ന നാളുകളിൽ ഉണ്ടായ സംഭവങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ പോലും അതിന് ദുരന്തത്തിന് നിവാരണം ചെയ്യാൻ കേന്ദ്രത്തോട് ഇതുപോലെ പെരുപ്പിച്ച കണക്കുകൾ കാണിച്ചിട്ടുണ്ട്. അന്ന് CPM-ഉം ഇടതുപക്ഷവും സർക്കാരിനൊപ്പമാണ് നിന്നത്. കാരണം കേരളത്തെ പുനഃസൃഷ്ടിക്കാൻ, കേരളത്തെ ആ ദുരന്തഭൂമിയൊക്കെ മാറ്റിപ്പണിയാൻ കേന്ദ്രം ഫണ്ട് തരണം, അതിന് സർക്കാരിനൊപ്പമാണ് നിന്നത്. ഇപ്പോൾ ഇടതുമുന്നണി, ഇടത് സർക്കാർ ഒരു നിവേദനം കൊടുക്കുമ്പോൾ, മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ അത് തെറ്റാണെന്ന് പ്രതിപക്ഷം പറയുന്നത് ഇരട്ടത്താപ്പാണ് എന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ മാധ്യമങ്ങളെ ആക്രമിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇലക്ഷൻ്റെ കെവിൻ കൊലക്കേസ്, അത് DYFIക്കാരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ നുണ പറഞ്ഞു. നമുക്കറിയാം ഓമനക്കുട്ടൻ കേസ് ആലപ്പുഴ, അതുപോലെ തന്നെ AKG സെന്റർ ആക്രമണം, ഇതൊക്കെ മാധ്യമങ്ങൾ മെനഞ്ഞുണ്ടാക്കിയതല്ല, അന്വേഷണത്തിൽ പിന്നീട് പുറത്തു വന്നത്. അപ്പോൾ ഇതെല്ലാം മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? ആരുടെ അജണ്ടയിലാണ്? ഒരു വസ്തുതയും അന്വേഷിക്കാതെ, ഒരു കാര്യം പഠിക്കാതെ എന്തിനാണ് ഇങ്ങനെയുള്ള നുണകൾ പ്രചരിപ്പിക്കുന്നത്? അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കടിഞ്ഞാനിട്ട് നിർത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി രാജ്യത്തോട്, നമ്മുടെ സംസ്ഥാനത്തോട് മാത്രമല്ല രാജ്യത്തോടും ക്രിമിനലുകളായാണ് പ്രവർത്തിക്കുന്നത്. ക്രിമിനൽ മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. വസ്തുനിഷ്ഠമായ മാധ്യമ പ്രവർത്തനമല്ല, നിലപാട് മറന്നുള്ള മാധ്യമ പ്രവർത്തനമാണ്. ഇതൊരു സർക്കാരിന് നിലപാടുണ്ട്, ഇവർ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു, ഇത്തരം കാര്യങ്ങളിൽ വസ്തുത പഠിച്ച് അതിന് നിങ്ങൾ വാർത്ത കൊടുക്കുക, എന്നിട്ട് അതിന് ചോദിക്കുമ്പോൾ മറുപടി ലഭിക്കും. ഇത് നിങ്ങൾ ആരോടും അന്വേഷിക്കാതെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ എടുത്ത് ഇപ്പോൾ പിണറായി വിജയൻ്റെ മണ്ടയ്ക്കറിയാമെന്ന് വെച്ച് വാർത്ത അടിക്കുന്നത് ശരിയായ രീതിയല്ല എന്ന് അദ്ദേഹം തെളിവുകൾ സഹിതം നിരത്തി പറഞ്ഞു. ഇവിടെ ശരിക്കും വായടഞ്ഞത് മാധ്യമങ്ങളുടേതാണ്. വായടപ്പിച്ചു അത് പറയുന്നത് പിണറായി വിജയൻ്റെ മിടുക്ക് തന്നെയാണ്. ശരിക്കും ഇന്നത്തെ പത്രസമ്മേളനം
ലൈവായി കാണാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയില്ലെങ്കിൽ വലിയ നഷ്ടമാകുമായിരുന്നു. കൃത്യം മറുപടികൾ, പൊട്ടിച്ചിരിച്ചുകൊണ്ടുള്ള മറുപടികൾ, സാധാരണ ബോഡി ലാംഗ്വേജേ അല്ല, കൃത്യമായ മറുപടികൾ പറഞ്ഞ് എല്ലാവരുടെയും വായടപ്പിച്ച് എല്ലാത്തിനും സൂക്ഷ്മമായ ഉത്തരങ്ങൾ നൽകി പറഞ്ഞുപോയ പിണറായിക്ക് ഒരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇന്ന് ശരിക്കും പിണറായി മിന്നൽ പിണറായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.